നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അപകടങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ എടമുട്ടത്ത് റോഡ് സുരക്ഷാ ബോധവൽക്കരണ റാലി. ഭക്ഷ്യസുരക്ഷയും ആയുർവേദവും കുടുംബശ്രീ അംഗങ്ങൾക്കായി എടത്തിരുത്തിയിൽ ഏകദിന ശില്പശാല. വിദ്യാർത്ഥികൾക്കായി കൊടുങ്ങല്ലൂരിൽ വിദ്യാഗോപാല മന്ത്രാർച്ചനയും മാതൃപൂജയും. വാർത്തകൾ വിശദമായി. റോഡപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. എടമുട്ടം ക്ഷേത്രം മൈതാനിയിൽ നിന്നാരംഭിച്ച റാലി ദേശീയപാതയിലൂടെ സഞ്ചരിച്ച് ചേറ്റുവയിൽ സമാപിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി സംഘടനകളുടെയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങി നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒക്കെ പരിപൂർണ പിന്തുണയോടുകൂടി ഹെൽമറ്റ് ബോധവൽക്കരണ സന്ദേശയാത്ര നടത്തുകയാണ്. നമുക്കറിയാം, ഒരു മോട്ടോർ വാഹന നിയമം പാലിക്കുക എന്നതിനപ്പുറം ഓരോരുത്തരുടെയും അവൻ്റെ ജീവൻ തന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ഹെൽമറ്റ് ധരിക്കുക എന്ന മഹത്തായ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ സന്ദേശയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. ആക്ട്സ് തൃപ്രയാർ ബ്രാഞ്ച് കഴിഞ്ഞ നേരത്തെ ജ്യോതിപ്രകാശ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 6-7 വർഷക്കാലമായി നമ്മുടെ പ്രത്യേകിച്ച് മണപ്പുറത്തിൻ്റെ തീരദേശത്ത് 4000-ഓളം വരുന്ന ജീവനുകൾ രക്ഷിക്കുകയും 10,000-കണക്കിന് ആളുകളെ വാഹനാപകടത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്ന മഹത്തരമായ കർത്തവ്യത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ള സംഘടന. തൃശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് SP സഫിയുള്ള സെയ്ദ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുനിൽ, വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ, വലപ്പാട് SI KG ആന്റണി, വാടാനപ്പള്ളി SI ജഗൽ ചന്ദ്രമോഹൻ, തൃപ്രയാർ JC's സെക്രട്ടറി CP ഷാജി, അഡ്വക്കേറ്റ് രകേഷ് ശർമ്മ, TU സുഭാഷ് ചന്ദ്രൻ, സുനിൽ പാറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ആക്ട്സ് ചന്ദ്രാപിന്നി, എടമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രം, തൃപ്രയാർ JC's, ചേർക്കര പൗരസമിതി, SKSSF ഇടശ്ശേരി യൂണിറ്റ്, TCC ക്ലബ്ബ്, തൃത്തല്ലൂർ നവധാര ക്ലബ്ബ്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഓട്ടോ തൊഴിലാളി യൂണിയൻ, മേമൻസ് ക്ലബ്ബ്, ചേറ്റുവ മഹാത്മാ ക്ലബ്ബ് എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു റാലി നടത്തിയത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെയും കേരള കാർഷിക സർവകലാശാലയിലെ കർഷക സ്ത്രീ പഠന കേന്ദ്രത്തിന്റെയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ വനിതാ സെല്ലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വനിതാ ആരോഗ്യത്തിന് ഭക്ഷ്യസുരക്ഷയും ആയുർവേദവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. എടത്തിരുത്തി KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യത്തെ സംബന്ധിച്ച അറിവ്, ആരോഗ്യം, ഐശ്വര്യം, ഇത് മൂന്നും വളരെ പ്രധാനമാണ്. സ്ത്രീകൾക്ക് ആരോഗ്യവും ആയുസ്സും ഉണ്ടെങ്കിൽ മനുഷ്യകുലം നിലനിൽക്കും. യാതൊരു തർക്കമില്ലാത്ത കാര്യം. അതുകൊണ്ട് അവരെ പ്രത്യേകം പരിഗണിക്കണം. സ്ത്രീകൾക്ക് ഒരുപാട് നിയമങ്ങൾ അനുകൂലമായി നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും അത് വേണ്ടത്ര പരിപാലിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ നീതി ലഭിക്കത്തക്ക രൂപത്തിൽ നമ്മുടെ ജനാധിപത്യ സമൂഹം വളർന്നിട്ടില്ല എന്നതാണ് സമീപകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ച് അവര് വളരെ കൃത്യമായി ആരോഗ്യം പരിപാലിക്കപ്പെടേണ്ടവർ. ഭാവിയിൽ കുഞ്ഞുങ്ങൾ ജന്മം നൽകേണ്ട അവരെ പ്രത്യേകം ശാസ്ത്രീയമായ ഭക്ഷണ രീതികൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടി അവരെ അങ്ങേയറ്റം നന്നായി ജീവിപ്പിക്കുന്നു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ വനിതാ സബ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ സാവിത്രി അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ മുഖ്യാതിഥിയായി. ഡോക്ടർ PS ഗീതക്കുട്ടി, ഡോക്ടർ അനിൽ, കൃഷി ഓഫീസർ MH മുഹമ്മദ് ഇസ്മയിൽ, ഡോക്ടർ ഗോപിദാസ്, ഡോക്ടർ വിജയ്നാഥ്, ഡോക്ടർ ഷബ്ന കൃഷ്ണൻ, ഷീന വിശ്വൻ, PS ഷാഫി എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ KT സുമൻ, ഡോക്ടർ ഷീല കാറളം എന്നിവർ ക്ലാസ് എടുത്തു.
പ്ലാന്റ്സ് അല്ലെങ്കിൽ ചെടികൾ ഇതെല്ലാം തന്നെ നമ്മുടെ ചുറ്റും കൃഷി ചെയ്തും കൃഷി ചെയ്യാതെയും തന്നെയല്ല അതിന് ലഭ്യമായൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും വളരെ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ വശം വളർത്തിയാലേ നമ്മൾ ഇവരെ കിട്ടുകയുള്ളൂ. അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമം അല്ലെങ്കിൽ ശ്രമം നമ്മുടെ സൈഡിൽ നിന്നും ഉണ്ടാകും. അതായത് നമുക്ക് കൃഷി വകുപ്പുണ്ട്, നമ്മുടെ ആയുർവേദ പ്രഗത്ഭമതികളായ ഒരുപാട് വിദഗ്ധർ നമുക്കുണ്ട്. നമ്മുടെ ഔഷധി കൂടെയും നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് വകുപ്പ് വഴിയും ഒരുപാട് രംഗങ്ങളിൽ ഒരുപാട് വിധത്തിലുള്ള നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് കൂടെ ഉണ്ട്. ഈ എല്ലാം ചേർന്നിട്ടുള്ള അസോസിയേഷൻ ഇവരെല്ലാവരും ചേർന്നിട്ടുള്ള ഇന്ത്യൻ ശാരീരിക മാനസിക വൈകല്യം അനുഭവിക്കുന്നവരുടെ സംഘടനയായ ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ എടത്തുരുത്തി പഞ്ചായത്ത് കൺവെൻഷൻ ഞായറാഴ്ച നടന്നു. ചന്ദ്രാപിന്നി GMLP സ്കൂളിൽ നടന്ന കൺവെൻഷൻ എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. ഒരു സാമ്പത്തിക വർഷം നമ്മൾ നടത്തുന്ന മറ്റ് പദ്ധതികൾക്കെല്ലാം തന്നെ അതൊരു ഓഡിറ്റ് ഒബ്ജക്ഷനായിട്ട് വരും എന്ന് വളരെ കൃത്യമായി സർക്കാർ ഉത്തരവുകൾ വഴി പദ്ധതി പണ ചെലവഴിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലേക്ക് വരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 9ാം പഞ്ചവത്സര പദ്ധതി മുതൽ 12 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള പ്രൊജക്റ്റുകൾ വെച്ച് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യത്യസ്ത കഴിവുകളുള്ള ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും എല്ലാം തന്നെ പ്രൊജക്റ്റുകൾ വയ്ക്കാറുണ്ട്, പദ്ധതികൾ വയ്ക്കാറുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ വാഹനം എല്ലാം വാങ്ങിച്ചു കൊടുത്തു. കെൽട്രോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകൃത ഏജൻസിയായിട്ടുള്ള കെൽട്രോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന നിശ്ചയിക്കപ്പെട്ട ആളുകൾക്ക് ഗ്രാമസഭ വഴി അപേക്ഷ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് അവർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. വാഹനം പോലുള്ള ഇത്തവണയും അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് 2014-15 സാമ്പത്തിക വർഷത്തേക്ക് ഇത്തവണയും ആ പ്രൊജക്ട് നിലനിൽക്കുന്നുണ്ട്. ഏരിയ പ്രസിഡന്റ് KB രാഗേഷ് അധ്യക്ഷനായിരുന്നു. സംഘടനയുടെ ജില്ലാ സെക്രട്ടറി KK ഷാജു, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്ന ചന്ദ്രൻ, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി, CB ഷിബു, MK ചന്ദ്രൻ, TK ചന്ദ്രബാബു എന്നിവർ പ്രസംഗിച്ചു. നിലമ്പൂർ സംഭവവുമായി ബന്ധപ്പെട്ട് മഹിളാ അസോസിയേഷൻ പ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ പ്രകടനം നടത്തി. CPM നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനത്തിന് നേതാക്കളായ മഞ്ജുള അരുണൻ, KR സീത, KB സുധ, MV വിശാലാക്ഷി ടീച്ചർ, വസന്ത മഹേശ്വരൻ എന്നിവർ നേതൃത്വം നൽകി. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ പൈനൂർ പല്ല 4-ാം നമ്പർ അംഗൻവാടിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടത്തും. രാവിലെ 9-ന് നടക്കുന്ന ചടങ്ങിൽ VS സുനിൽകുമാർ MLA അംഗൻവാടി ഉദ്ഘാടനം ചെയ്യും. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷനാകും. ഇനിയൊരു ഇടവേളയിലേക്ക്.